ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. കട്ടൻ ചായ 146. കട്ടൻ ചായ 146 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലക്ഷ്മി വെൽക്കംസ് യു. നിങ്ങളുടെ സഹായ സഹകരണങ്ങൾക്കും സപ്പോർട്ടിനും ഓരോരുത്തരോടും പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങൾ തന്ന സബ്സ്ക്രിപ്ഷൻ 3270 ആയി. 3270. എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു കപ്പ് ചായ ഉണ്ടാക്കാം. അതിനായി ആവശ്യമുള്ള ചേരുവകൾ: ഇഞ്ചി, കറുവാപ്പട്ട, ഏലക്ക, തേയില, മധുരം, വെള്ളം. ലെറ്റ് us start. എല്ലാ സാധനങ്ങളും നേരത്തെ ചെയ്തതുപോലെ തന്നെ അടുക്കി റെഡിയാക്കി വച്ചിരിക്കുന്നു. അത് പ്രത്യേകം ഞാൻ അതിനെ വിശദീകരിച്ച് പറയാം ഇതിനു വേണ്ടി എന്തൊക്കെയാണെന്ന്. ആദ്യം കാണുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇത് കറുവാപ്പട്ട, ഏലക്ക പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതതിൻ്റെ മുഴുവനായിട്ടുള്ളത്. അടുത്ത ഐറ്റം തേയില. ലിപ്റ്റൺ കമ്പനിയുടെ ഡാർജിലിംഗ് ബ്രാൻഡ് ലോങ് ലീവ് ടീ ആണ് ചായപ്പൊടി. ഇത് നമ്മുടെ സ്വീറ്റ്നർ, പഞ്ചസാര രഹിത മധുരം, അതെടുക്കാനുള്ള കുഞ്ഞ് സ്പൂണും. ഇത് പഞ്ചസാരയ്ക്ക് പകരമുള്ളതാണ്. നെക്സ്റ്റ് ഐറ്റം ഈസ് കപ്പ്. ഈ കപ്പിനകത്ത് ചായ എടുക്കുക. നെക്സ്റ്റ് ഐറ്റം ഈസ് ഫിൽറ്ററിങ് യൂണിറ്റ്. ഫിൽറ്റർ ചെയ്യാനുള്ള സിസ്റ്റമാണത്. ഒരു കയ്യിൽ ക്യാമറ പിടിച്ചുകൊണ്ട് ഫിൽറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വേണം. ഇത് നമ്മൾ ചെരുവൻ. ഇത് 2 കപ്പ് വെള്ളം, 2 കപ്പല്ല 2 ഗ്ലാസ് വെള്ളം. അപ്പം വർക്കങ്ങ് തുടങ്ങിയാണ്. നമുക്ക് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തൊഴിച്ചു, അടുത്ത ഗ്ലാസ്സിലേയും വെള്ളം ഒഴിച്ചു. അപ്പോൾ 2 ഗ്ലാസ് വെള്ളമായി. ഈ വെള്ളം തിളപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഹീറ്ററിൻ്റെ പുറത്ത് വയ്ക്കുന്നു. ഹീറ്റർ എന്ന് പറഞ്ഞാൽ ഇൻഡക്ഷൻ കുക്കർ. ഇൻഡക്ഷൻ കുക്കർ നമ്മൾ കൊളോക്കിയൽ ലാംഗ്വേജിൽ അടുപ്പൊന്നും ചിലപ്പം പറഞ്ഞത് വരും. അത് ഓൺ ചെയ്തപ്പോൾ അതിൻ്റെ റീഡിങ് 60 ആണ്. 60 മിനിറ്റ്സ്. അത് നമുക്ക് 58 ആകുന്നവരെ ഉള്ള വർക്കേ ഉള്ളൂ. 2 മിനിറ്റ് നേരത്തേക്ക് വെള്ളം തിളപ്പിക്കണം. അതിലേക്ക് ആദ്യം നമ്മൾ ഇടുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി റെഡിയാക്കി വെച്ചിരുന്ന ആ ഇഞ്ചി എടുത്ത് ഇതിലേക്ക് ഇട്ടു. നെക്സ്റ്റ് ഐറ്റം കറുവാപ്പട്ട, ഏലക്കായുടെ മിശ്രിതമാണ്. അത് കണ്ടിച്ച് മുറിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി വെള്ളം തിളയ്ക്കണം. 2 മിനിറ്റ് നേരത്തേക്ക് സമയം നമുക്ക് വർത്തമാനം പറയാനുള്ളതാണ്. ഈ പ്രോഗ്രാം, അതായത് കട്ടൻ ചായ എന്ന് പറയുന്നത് 146 വന്ന് നിൽക്കുകയാണ്. ഇത് സ്വല്പം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എല്ലാ ദിവസവും എടുക്കാൻ പറ്റാഞ്ഞുകൊണ്ട് കുറച്ച് ലാഗിങ്ങിലായിപ്പോയി, കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്. എങ്കിലും ഇന്നലെയും ഞാനിട്ടു, ഇന്നും ഞാനിട്ടു, അങ്ങനെ എല്ലാ ദിവസവും ഇടുന്നുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോയതാണ്. ഇപ്പം 5-ാം തീയതിയിലെ ചെയ്യേണ്ട പരിപാടിയാണ് ഇപ്പം ഇന്ന് ചെയ്യുന്നത്. എനിവേ നമ്മളിതിൻ്റെ അകത്ത് ഈ പ്രോഡക്റ്റ് ഇട്ടു, ഇതൊക്കെ ഇട്ടു. അത് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. 3270 പേരായി. എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ സബ്സ്ക്രിപ്ഷൻ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയിലേക്ക് കമൻറ്റ് ബോക്സിൽ ഒരു കുഞ്ഞ് ഇമോജി ഇട്ടേക്കുക. ഏതെങ്കിലും ഒരു ഇമോജി ഇട്ടാൽ മതി. അപ്പോൾ ആ ഇമോജി ഞാനത് നോക്കിക്കഴിയുമ്പം അത് എങ്ങനെ ഞാൻ കണ്ടുപിടിക്കുന്നത് പറഞ്ഞുതരാം. നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് എഴുതി കഴിഞ്ഞാൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയി കഴിയുമ്പോൾ, അത് YT സ്റ്റുഡിയോയിൽ പോയി കഴിയുമ്പം അത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ആരാണോ ഇമോജി ഇട്ടിരിക്കുന്നത് അവർ ഒരു പുതിയ ആളായിരിക്കുമല്ലോ. അപ്പോൾ ആ പുതിയ ആളുടെ ആ ഇമോജി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരുടെ വീഡിയോയിൽ പോയിട്ട് അത് വീഡിയോയും കണ്ട് അവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. 58 വന്ന് വെള്ളം നന്നായിട്ട് തിളച്ചപ്പം ഇനി നമുക്ക് തിളച്ചതിനെ ഓഫ് ചെയ്യണം. അതുകൊണ്ട് ഓഫ് ചെയ്യുകയാണ്. ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഓഫ് ചെയ്തപ്പോൾ നിന്നു. അതിലേക്ക് ആ തേയില ഇടുകയാണ്. ആ തേയില ഒരു പ്രത്യേകതയാണ്. അതായത് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടാൽ മതി, പിന്നെ അതിനെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് കമ്പനിയുടെ നിർദ്ദേശമാണ്. ഇപ്പോൾ ഈ ഡാർജിലിംഗ് ലോങ് ലീഫ് ടീ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനൊരു പ്രത്യേകതയില്ല. ഇതിൻ്റെ നമ്മൾ എത്ര കൂടുതൽ സമയം വയ്ക്കുന്നു അത്ര കൂടുതൽ അതിന് കടുപ്പം വരും. അപ്പോൾ ഇതിനൊരു കണക്ക് പറഞ്ഞിട്ടുണ്ട്. 2 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ്, അതാണ് നടുക്ക് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ലൈറ്റ്, മീഡിയം, ഡാർക്ക്, അപ്പോൾ 3 കളറിലാണ് ഇതിൻ്റെ വരുന്നത്. അപ്പം നമ്മൾ 3 മിനിറ്റ് വെച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് മീഡിയം കളറാണ്.
അപ്പോൾ ഇതിൽ പഞ്ചസാരയ്ക്ക് പോലെ ഇടുന്നത് ഷുഗർ ഫ്രീ സ്വീറ്റ്നറാണ്. ഷുഗർ ഫ്രീ സ്വീറ്റ്നർ എന്ന് പറഞ്ഞാൽ പഞ്ചസാര രഹിത മധുരം. ഇത് നമുക്ക് ഷുഗർ പേഷ്യൻസിനും ഉപയോഗിക്കാവുന്നതാണെന്നാണ് കടക്കാർ പറയുന്നത്. ഡോക്ടർമാരോട് ചോദിച്ചിട്ട് ഉപയോഗിക്കുക. അത് നമുക്ക് ഫിൽറ്റർ ചെയ്യുന്നതിന് വേണ്ടി. ഇനി അപ്പം നമ്മൾ ചായ 3 മിനിറ്റിന് ശേഷം ഫിൽറ്റർ ചെയ്യാണ്. ആ ഫിൽറ്റർ ചെയ്യുന്നതിൻ്റെ സിസ്റ്റം ഒരു അരിപ്പ മഗ്ഗിനകത്തേക്ക് ഒരു അരിപ്പ വഴി അത് ഒഴിക്കുക. അപ്പോൾ അത് അവിടെ അരിപ്പ പിടിക്കുന്ന കൈക്ക് നമുക്ക് അത് ഒഴിവാക്കാനായിട്ടാണ് ഈ സിസ്റ്റം എന്ന് ഞാൻ പറയുന്നത്, ഫിൽറ്ററിങ് സിസ്റ്റം. അപ്പോൾ അത് നമ്മൾ അരിച്ചെടുത്തതിന് ശേഷം അപ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ട്, ചായയുണ്ട്, നമ്മുടെ പഞ്ചസാര രഹിത മധുരമുണ്ട്. അപ്പോൾ മധുരമുള്ള ചായയാണ് ഇപ്പോൾ അത്. അതുകൊണ്ട് അതിനൊന്ന് മധുരം യോജിപ്പിക്കാനായിട്ടൊന്ന് ഒരു സ്പൂൺ ഇട്ട് ഇളക്കണം. അങ്ങനെ സ്പൂൺ റെഡിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചായ ക്യാമറയുടെ മുമ്പിൽ എടുക്കുന്നതുകൊണ്ട് എല്ലാ സാധനവും നേരത്തെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ ക്യാമറയൊന്നും ഇല്ലെങ്കിൽ അന്നേരം ഓടിപ്പോയിട്ട് സ്പൂണൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ എല്ലാം പ്രീ പ്ലാൻഡാണ്. തന്നെയല്ല ഇപ്പോൾ നമ്മൾ 146 ഡേ ആണ്. അപ്പോൾ ഇത് നല്ല ചെയ്ത് നല്ല പരിചയം എന്തൊക്കെ വേണ്ടെന്ന് അഡ്വാൻസായിട്ട് കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കപ്പിലേക്ക് ചായ ഒഴിച്ചു. ഈ കപ്പ് നെക്സ്റ്റ് പരിപാടി ഈ കപ്പ് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് നമ്മുടെ ഒരു പ്രാർത്ഥനാ ടേബിളിൽ കൊണ്ടുപോയി. ഇപ്പോൾ ഇത് കിച്ചണാണ്. കിച്ചണിൽ നമ്മളിത് പ്രാർത്ഥനാ ടേബിൾ വേറൊരു മുറിയിൽ കൊണ്ടുപോയി പ്രാർത്ഥിക്കുന്ന ടേബിളിൽ കൊണ്ടുവച്ചു. അതിൻ്റെ ഒരു സ്റ്റിൽ ഫോട്ടോയൊക്കെ എടുത്ത് തമ്പനയിലിന് വേണ്ടിയിട്ട്. അതിനുശേഷം അതിനെ നമ്മൾ ബൈബിൾ വളരെ ആദരവോടുകൂടി എടുത്തുകൊണ്ട് വെച്ചു. ഈ ബൈബിൾ നോക്കിയാണ് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്. അതായത് എല്ലാ ദിവസവും ബൈബിളിലെ ഒരു ചാപ്റ്റർ നമ്മൾ വായിക്കും. അപ്പോൾ ഈ നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നത് 1-2 വചനങ്ങൾ മാത്രമായിരിക്കും. അതിന് നമുക്ക് വചനം തരുന്നത് ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്നൊരു പ്രോഗ്രാമുണ്ട്. അതിൽ ജൂലൈ 5-ാം തീയതിയിലെ പ്രോഗ്രാമാണ്. ഫാദർ മാത്യു വയലാമണ്ണിൽ അച്ഛനാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. എല്ലാ ദിവസവും രാവിലെ ഉണ്ട്. അതിൻ്റെ ഇന്നത്തെ വചനം 1 സാമുവേലാണ്. 1 സാമുവേൽ 28, 29, 30. അപ്പോൾ അത് ബൈബിളിൽ നമ്മളത് കാണാം. ബൈബിളിൽ പക്ഷേ അത് നമുക്ക് വായിക്കാനായിട്ട് നമുക്കത് ഈ ക്യാമറയിലൂടെ അത് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടുണ്ട്. ആ സ്ക്രീൻഷോട്ട് നോക്കി ഞാൻ വായിക്കും. അപ്പോൾ നമ്മുടെ എല്ലാ ദിവസത്തെയും പ്രോഗ്രാം അനുസരിച്ച് ഒരു ദിവസം ബൈബിളിൻ്റെ ഒരു ചാപ്റ്റർ വായിക്കും. പക്ഷേ ക്യാമറയിൽ കാണിക്കുന്നത് സെലക്റ്റഡ് വചനം മാത്രമായിരിക്കും. അപ്പോൾ ഇന്നത്തെ സെലക്ഷൻ അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. 1 സാമുവേൽ 17-ാമത്തെ അധ്യായം. ഞാനത് വായിക്കാം. ദാവീദ് അവരോട് സംസാരിക്കുന്നത് മൂത്ത സഹോദരൻ ഏലിയാബ് കേട്ടു. അവൻ കുപിതനായി ദാവീദിനോട് ചോദിച്ചു, നീ എന്തിനിവിടെ വന്നു? കുറേ ആടുകളുള്ളതിനെ മരുഭൂമിയിൽ ആരെ ഏൽപ്പിച്ചിട്ട് പോന്നു? നിൻ്റെ അഹന്തയും ദുഷ്ടതയും എനിക്കറിയാം. നീ വന്നത് യുദ്ധം കാണാനല്ലേ? ദാവീദ് ചോദിച്ചു, ഞാനിപ്പോൾ എന്ത് ചെയ്തു? ഒരു വാക്ക് പറഞ്ഞതില്ലായുള്ളൂ. അവൻ ജ്യേഷ്ഠൻ്റെ അടുക്കൽ നിന്നും തിരിഞ്ഞ് വേറൊരുവനോട് മുൻ ചോദ്യം തന്നെ ആവർത്തിച്ചു. എല്ലാവരും അതെ എന്നതിന് ഉത്തരം പറഞ്ഞു. ഈ വചനം ഇവിടെ തീരുന്നു. കർത്താവെ, ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ട എല്ലാവരോടും നന്ദി പറയുന്നു. നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം. ശുഭം. ഗുഡ് ലക്ക്.